ഇന്ന് ഞാൻ ചീമച്ചക്ക കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കടച്ചക്ക എന്നും പറയും. ഇത് ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്, ദുബായ് മാർക്കറ്റിൽ നിന്ന്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടൊരു തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ചെറിയ പീസായി എടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: ഒരു അര കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു 5 കാന്താരി മുളകാണ് ഞാൻ ചേർക്കുന്നത്. മാർക്കറ്റിൽ നിന്നും കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, ഒരു കുറച്ച് കറിവേപ്പില, 2 ചുമന്ന ഉള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് അരപ്പിനായി അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, ഉപ്പ്, അരപ്പിന് ജീരകം, മഞ്ഞൾപ്പൊടി. നമ്മൾ എരിവിനാകെ ഈ കാന്താരി മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ 2 ഉണക്കമുളകും, ഒരു തണ്ട് കറിവേപ്പിലയും. പിന്നെ ഈ കടച്ചക്ക നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസായി എടുക്കാം, തോരൻ്റെ സൈസിന്. അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. കടച്ചക്ക നമുക്ക് 2 സൈഡും മുറിക്കാൻ. ഇതിൽ നല്ല കറയുണ്ട്. കുറച്ച് ഓയിൽ കയ്യിൽ പറ്റിയ ശേഷം നമുക്കത് കറയൊന്ന് ഒപ്പിക്കളയാം. കയ്യിൽ എണ്ണമയം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അധികം കറയാവത്തില്ല. ഈ പൂഞ്ഞി, ഈ നടുക്കുള്ള ഇത് നമുക്ക് എടുത്ത് കളയാം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലോട്ടിടുക, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോകും. ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് ഒരു പാത്രത്തോട്ട് ഇടുക. നമ്മളല്ലാതെ വെച്ചാൽ അതിൻ്റെ നിറം മാറിപ്പോകും. അതൊരു വെള്ളത്തിലിടും. എല്ലാ കഷ്ണവും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. കുറേ കട്ട് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഇതിൻ്റെ നിറം മാറും. ഇനി കുറച്ചും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അതും കൂടെ കട്ട് ചെയ്ത ശേഷം നമുക്ക് തോരനുണ്ടാക്കാം, തുടങ്ങാം. കടച്ചക്ക നല്ലപോലെ അരിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറും. അതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് തോരൻ ഉണ്ടാക്കാം. ആദ്യമായി ഒരു കടായി എടുത്ത് വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് 2 ചുവന്ന മുളക് ഇടാം. പിന്നെ ഒരു 2 കറിവേപ്പില. അതിന് വെച്ചിരിക്കുന്ന ഒരു 15 കുഞ്ഞുള്ളി, ചുമന്നുള്ളി ഇടാം. ചിലർ സവാള ചേർക്കും. ഞാൻ ചെറിയ ഉള്ളി എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. സമയം നമുക്ക് ചീമച്ചക്ക ചേർക്കാം. ചെറിയൊരു ചീമച്ചക്കയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഈ ചക്കയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. പിന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ശകലിച്ചേർക്കാം. ലോ ഫ്ലെയിമിൽ വേവിക്കാം. കടച്ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇടയ്ക്ക് പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറന്ന് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. വീണ്ടും ഇളക്കി അടച്ചു വെച്ച് കഴിക്കാം. തയ്യാറാക്കുന്നതിനായി ഒരു ജാറെടുത്ത് മിക്സിയുടെ ജാറിൽ 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 5 കാന്താരി മുളക്. ഇതിന് എരിവിന് ഞാൻ കാന്താരി മുളകാണ് ചേർക്കുന്നത്. ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. 2 പിടി തേങ്ങ.1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നമ്മൾ 1/4 ടീസ്പൂൺ ആദ്യം ചേർത്തിരുന്നു. കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി. കാന്താരിയുടെ എരിവ് മാത്രമേ പറയാൻ വിട്ടുപോയി. 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കണം. ഇത് വീണ്ടും അടച്ചു വെച്ച് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാം. തേങ്ങയെല്ലാം നല്ല ചതച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി ചിമച്ചക്ക വെന്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. എല്ലാ സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് നന്നായി കുത്തി ലോ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവട്ടെ. ഇട്ട് തുറക്കാം. കടച്ചക്കത്തോരൻ റെഡിയായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. 2 കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ച് വെക്കേണ്ട, തുറന്ന് വെച്ച് തന്നെ വെള്ളം ഇടാം. ഈ സമയം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. കടച്ചക്കത്തോരൻ റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.
ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കടച്ചക്ക കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. കടച്ചക്ക വറുത്തരച്ച കറി, കടച്ചക്ക പുഴുങ്ങിയത്, അങ്ങനെ കടച്ചക്ക മെഴുക്ക് വരട്ടി, അങ്ങനെ ഒരുപാട് ഉണ്ടാക്കാം. ഈ കടച്ചക്ക ഞാൻ ഇവിടെ ദുബായ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി നാട്ടിൽ പോകുമ്പോൾ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കടച്ചക്കയുണ്ട്. തോരൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കടച്ചക്കത്തോരൻ അഥവാ ചീമച്ചക്കത്തോരൻ ഇംഗ്ലീഷിൽ ബ്രെഡ് ഫ്രൂട്ട് എന്നും പറയും. ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത്.